വർഷം 2010 നേപ്പാൾ. ഒരു മിസ്സിംഗ് കേസിന്റെ ഭാഗമായി പോലീസ് സംശയിക്കുന്ന ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്താണ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരുന്നത്. കോട്ടമണ്ഡ് എന്ന സ്ഥലത്ത് മനുഷ്യൻ്റെതെന്ന് തോന്നിക്കുന്ന ചില ശരീരഭാഗങ്ങൾ കിടക്കുന്നു. ഇതായിരുന്നു ആ കോളിലുണ്ടായിരുന്നത്. പോലീസ് സംഭവ സ്ഥലത്ത് പോയി തിരച്ചിൽ നടത്തിയപ്പോൾ ആദ്യം കണ്ടത് വെട്ടിമാറ്റിയ കൈകളായിരുന്നു. ആ പ്രദേശത്ത് തന്നെ പോലീസ് കൂടുതലായി പരിശോധിച്ചപ്പോൾ വെട്ടിമാറ്റിയ കാലുകളും തലയില്ലാത്ത ശരീരഭാഗങ്ങളും കണ്ടുപിടിക്കുകയുണ്ടായി. പിന്നീട് നീണ്ട ഒരു തിരച്ചിലുകൾക്കൊടുവിൽ ആ മൃതദേഹത്തിന്റെ തലയും പോലീസ് കണ്ടുപിടിക്കുകയുണ്ടായി. എന്നാൽ ദിവസങ്ങളോളം പഴക്കമുള്ള ആ മൃതശരീരം അഴുകിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടേതാണ് ഈ മൃതശരീരം എന്ന് മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ മൃതശരീര ഭാഗങ്ങൾ DNA ടെസ്റ്റിനായി അയക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പറയുന്ന ചില കാര്യങ്ങൾ വലിയ ക്രൈമിലേക്ക് വഴിവെക്കും എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്. ഈ കേസിനെ പറ്റി കൂടുതൽ അറിയാം. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളോടായി എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ ശ്രമിക്കണേ. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നല്ലതോ ചീത്തതോ ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ കമൻറ്റുകളുമാണ് ഈ വീഡിയോ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം. നേപ്പാളിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു കിയാട്ടി. എല്ലാ കുട്ടികൾക്കും ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമുണ്ടാകും. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആകണം എന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ. എന്നാൽ പലരുടെയും ആഗ്രഹങ്ങൾ വലുതാകുന്നതിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു കിയാട്ടി. അവൾക്ക് ചെറുപ്പം മുതലേ പൈലറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹത്തിന് അവൾ വളരുന്നതിനനുസരിച്ച് ശക്തി കൂടി വരികയാണ് ചെയ്തത്. ആദ്യം കിയാട്ടിയുടെ ഈ ആഗ്രഹം പാരൻസ് വളരെ കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അവൾക്ക് ആരാകണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞിരുന്നത് എനിക്കൊരു പൈലറ്റ് ആകണമെന്നായിരുന്നു. എന്നാൽ അപ്പോഴാണ് കിയാട്ടിയുടെ പാരൻസ് ഇവളുടെ ആഗ്രഹം ഇത്രമേൽ ശക്തമാണെന്ന് മനസ്സിലാക്കുന്നത്. കിയാട്ടി ആ ഫാമിലിയിലെ ഏക മകളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കിയാട്ടിയുടെ ആഗ്രഹം സാധിക്കണമെന്ന് ആ പാരൻസ് ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ പൈലറ്റ് ആകാൻ പഠിക്കണമെങ്കിൽ കുറഞ്ഞത് 40 ലക്ഷം രൂപയെങ്കിലും ചിലവ് വരുമെന്ന് ആ പാരൻസ് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ കിയാട്ടിയുടെ ആഗ്രഹം എന്ത് വില കൊടുത്തും സാധിക്കണമെന്ന് ആ പാരൻസ് ചിന്തിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി അവർ വലിയ രീതിയിൽ പൈസ മാറ്റിവെക്കുകയും ചെയ്യുന്നു. കിയാട്ടിയുടെ പാരൻസ് ചിന്തിച്ചത് അവർക്ക് ഇനിയും 2 വർഷമുണ്ട് പൈസ സ്വരുക്കൂട്ടുവാനായിട്ട്. അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിൽ പൈസ മാറ്റിവെക്കുവാനും ആരംഭിക്കുന്നു. മാത്രമല്ല കിയാട്ടിയുടെ 10ാം ക്ലാസ് പഠനത്തിനു ശേഷം മെച്ചപ്പെട്ട +2 പഠനത്തിനും അതിനുശേഷം പൈലറ്റ് ആകുവാനുള്ള പഠിത്തം ആരംഭിക്കുവാനുമായി കോക്കർബിറ്റ എന്ന സിറ്റിയിലേക്ക് താമസം മാറുകയും ചെയ്യുന്നുണ്ട്. ആ പാരൻസിന്റെ അപ്പോഴുണ്ടായിരുന്ന ഏക ലക്ഷ്യം മകളുടെ പൈലറ്റ് ആകുവാനുള്ള ആഗ്രഹം സാധിക്കുക എന്ന് മാത്രമായിരുന്നു. അങ്ങനെ കിയാറ്റി +2 പഠിക്കുന്ന സമയം 2009 ജൂൺ മാസം 5-ാം തീയതി കിയാറ്റിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. വുമൺ മാഗസിൻ നടത്തുന്ന കോൺടെസ്റ്റിൽ നിങ്ങൾ വിജയിയായിരിക്കുന്നു. നിങ്ങൾക്ക് 20,000 രൂപ നേപ്പാൾ മണിയും പൊക്കാറയിലേക്ക് ഒരു ടൂറും സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. ഇതായിരുന്നു കിയാറ്റിക്ക് വന്ന മെസ്സേജ്. ഈ മെസ്സേജ് കണ്ടതും കിയാറ്റി വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം അവളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പൊക്കാറയിലേക്ക് ഒരു ടൂർ പോകണമെന്ന്. മാത്രമല്ല തൻ്റെ പഠിപ്പിനായി പാരൻസ് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഫണ്ടിലേക്ക് ഒരു 20,000 രൂപ തനിക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ വലിയ ഒരു കാര്യമായിരിക്കുമെന്ന് കിയാറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ആ ചിന്തയിൽ അവൾ ഒരു തെറ്റ് ചെയ്യുന്നു. ആ ഫാമിലിയുടെ ജീവൻ തന്നെ മാറ്റിമറിച്ച ഒരു തെറ്റ്. ആ മെസ്സേജിന് അവൾ പോസിറ്റീവായി റിപ്ലൈ കൊടുക്കുന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അവൾക്ക് ആ വുമൺ മാഗസിനിൽ നിന്ന് ഒരു കോൾ വരികയും ചെയ്യുന്നുണ്ട്. ആശംസകൾ, നിങ്ങൾ ഈ കോൺടെസ്റ്റിൽ വിജയിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് പൊക്കാറയിലേക്ക് ഒരു ടൂറും 20,000 രൂപ പ്രൈസ് മണിയും ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഏതാനും ഫോമുകൾ ഫിൽ ചെയ്തതിനു ശേഷം നിങ്ങളുടെ പ്രൈസ് മണിയായ 20,000 രൂപ വാങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. എന്നാണ് ടൂറിന് വരേണ്ടതെന്ന് പിന്നീട് ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ഇതായിരുന്നു ആ കോൾ വിളിച്ച സ്ത്രീ പറഞ്ഞത്. കിയാട്ടി ഈ വാർത്ത വളരെ സന്തോഷത്തോടെ അവളുടെ പാരൻസിനോട് പറയുന്നുണ്ട്. അവളുടെ പാരൻസും ഈ വാർത്ത വിശ്വസിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി പ്രൈസ് മണി വാങ്ങിക്കുവാൻ അവളുടെ വീട്ടിലെ വേലക്കാരനായ റാമിനെയും കൂട്ടി കിയാട്ടി ആ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ആ ഓഫീസിലെത്തിയതും അവരെ സ്വീകരിച്ചത് മെറീന എന്ന സ്ത്രീയായിരുന്നു. ആ സ്ത്രീ കിയാട്ടിക്ക് ഫിൽ ചെയ്യുവാനുള്ള ഫോമുകൾ കൊടുക്കുന്നുണ്ട്. കിയാട്ടി ആ ഫോമുകൾ ഫിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ സ്ത്രീ വന്ന് പറഞ്ഞത്,
ഈ ഫോമുകൾ അപ്രൂവലായി വരാൻ കുറച്ചധികം സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ കിയാട്ടിയോടൊപ്പം കൂട്ടുവന്ന ആളോട് വേണമെങ്കിൽ തിരികെ പൊയ്ക്കൊള്ളുവാൻ പറയുന്നു. പ്രൈസ് മണി വാങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് തിരികെ പോകാമെന്നും ആ സ്ത്രീ കിയാട്ടിയോട് പറയുന്നുണ്ട്. ഇത് കേട്ടതിനു ശേഷം കിയാട്ടി റാമിനോട് തിരികെ പോകുവാനായി പറയുന്നുണ്ട്. ഞാൻ പ്രൈസ് മണി വാങ്ങിയതിനു ശേഷം ഓട്ടോ പിടിച്ച് വന്നോളാമെന്ന് റാമിനോട് പറയുന്നു. റാമും അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അയാൾ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കിയാട്ടിയുടെ പാരൻസ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതിനു ശേഷവും കിയാട്ടി മാത്രം വീട്ടിലേക്ക് തിരികെ എത്തിയില്ല. കിയാട്ടിയെ കൂട്ടി വരാത്തത് കാരണം അവർ റാമിനെ ശകാരിക്കുന്നുണ്ട്. അതിനുശേഷം കിയാട്ടിയുടെ നമ്പറിലേക്ക് പലതവണ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പ്രൈസ് മണി വാങ്ങിച്ചതിനു ശേഷം കിയാട്ടി അവളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ എന്നറിയാൻ വേണ്ടി എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചു നോക്കുകയും ചെയ്യുന്നു. എന്നാൽ കിയാട്ടി അങ്ങനെ ആരുടെയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ കിയാട്ടിക്ക് പ്രൈസ് മണി അടിച്ചു എന്ന് പറഞ്ഞു വിളിച്ച നമ്പറിലേക്ക് ഈ പാരൻസ് വിളിച്ചു നോക്കുന്നുണ്ട്. ആ നമ്പറും സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിനുശേഷം റാമിനെയും കൂട്ടി കിയാട്ടി പോയ ആ ഓഫീസിലേക്ക് പോയി നോക്കുന്നുണ്ട്. ആ ഓഫീസും പൂട്ടിക്കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് പാരൻസിന് എന്തോ ഭയം തോന്നുവാൻ ആരംഭിക്കുന്നത്. ആ പാരൻസ് കരുതിയതുപോലെ തന്നെ കുറച്ച് സമയത്തിന് ശേഷം അവരുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. നിങ്ങളുടെ മകൾ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതയാണ്. അവളെ ജീവനോട് വേണമെങ്കിൽ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ വേണം. ഇതായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. പണം എപ്പോൾ എവിടെ എത്തിക്കണമെന്ന് അടുത്ത മെസ്സേജിൽ പറയാമെന്ന് കൂടി ആ മെസ്സേജിൽ ഉണ്ടായിരുന്നു. ഈ മെസ്സേജ് കണ്ടതും കിയാട്ടിയുടെ പാരൻസിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. ഇത് പോലീസിനെ അറിയിക്കണോ അതോ 10 ലക്ഷം അറേഞ്ച് ചെയ്യണോ? ഇതായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു ചോദ്യം. എന്നാൽ നേപ്പാളിൽ ആ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടു പോകലുകൾ ഒരുപാടധികം സംഭവിച്ചിരുന്നു. പോലീസിൽ അറിയിച്ച കേസുകളിലെല്ലാം ഇര കൊല്ലപ്പെടുകയാണ് ചെയ്തിരുന്നത്. ആ ഭയത്താൽ കിയാട്ടിയുടെ പാരൻസ് 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. അധികം വൈകാതെ തന്നെ കിഡ്നാപ്പറുടെ പക്കൽ നിന്ന് അടുത്ത മെസ്സേജ് വരികയും ചെയ്യുന്നുണ്ട്. ആ മെസ്സേജ് ഇത്തരത്തിലായിരുന്നു: നിങ്ങൾ പൈസയും കൊണ്ട് വോട്ട്വാൾ എന്ന സ്ഥലത്തേക്ക് എത്തുവാനായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വേലക്കാരനായ റാമിനെയും കൂട്ടുവാൻ ആ മെസ്സേജിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരൻസ് ഉടനെ തന്നെ കാറുമെടുത്ത് വോട്ട്വാളിലേക്ക് തിരിക്കുന്നുണ്ട്. അവിടെ എത്തിയതും അവർ ആ കിഡ്നാപ്പറുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോൾ ആ കിഡ്നാപ്പർ അയച്ച മെസ്സേജ് ഇത്തരത്തിലായിരുന്നു: ഇവിടെ നിന്നും പൈസ വാങ്ങിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഉടനെ തന്നെ ഷിക്വോൺ എന്ന നാട്ടിലേക്ക് എത്തിച്ചേരുവാൻ കിഡ്നാപ്പർ പറയുന്നുണ്ട്. കിയാട്ടിയുടെ പാരൻസും ഉടനെ തന്നെ അവിടുന്ന് വണ്ടിയെടുത്ത് ഷിക്വോൺ എന്ന നാട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ എത്തിയതും കിഡ്നാപ്പർ പറഞ്ഞത്: ഈ നാട്ടിൽ നിന്നും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങില്ല, പകരം 150 കിലോമീറ്റർ അപ്പുറത്തുള്ള സോനാലി എന്ന നാട്ടിലേക്ക് എത്തിച്ചേരുവാനാണ് കിഡ്നാപ്പർ പറഞ്ഞത്. മറ്റു മാർഗങ്ങളില്ലാതെ അവർ സോനാലിയിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ എത്തിയ കിഡ്നാപ്പർ അവരോട് പറഞ്ഞത് അവിടെ നിന്നും 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡാർജിലിംഗ് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനാണ്. എന്നാൽ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇത്രയും പൈസ കൊണ്ട് രാജ്യത്തിന്റെ അതിർത്തി കടക്കുന്നത് വലിയ റിസ്ക് ഉള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ആ പാരൻസ് ഡാർജിലിംഗിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയതും കിഡ്നാപ്പർ മറ്റൊരു മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്: ഡാർജിലിംഗ് എനിക്ക് പൈസ വാങ്ങുവാൻ പറ്റിയ സ്ഥലമായി തോന്നുന്നില്ല. നിങ്ങൾ ഉടനെ കോക്കർബിറ്റ എന്ന നാട്ടിലേക്ക് എത്തുവാൻ വേണ്ടി കിഡ്നാപ്പർ പറയുന്നുണ്ട്. മറ്റു മാർഗങ്ങളില്ലാതെ കിയാട്ടിയുടെ പാരൻസ് കോക്കർബിറ്റയിലേക്ക് വാഹനം തിരിക്കുകയും ചെയ്യുന്നു. കോക്കർബിറ്റയിൽ എത്തിയതും അവിടെയുള്ള ഒരു ഹോട്ടലിൽ പൈസ ഏൽപ്പിക്കുവാനാണ് കിഡ്നാപ്പർ പറഞ്ഞത്. എന്നാൽ അയാൾക്കൊരു നിബന്ധനയുണ്ടായിരുന്നു: പൈസ കൊണ്ടുവരേണ്ടത് വേലക്കാരനായ റാം ആയിരിക്കണം. കിയാട്ടിയുടെ പാരൻസ് കാറിൽ നിന്ന് പുറത്തിറങ്ങുവാനും പാടില്ല. തന്റെ മകളെ കിട്ടുവാനായി ആ പാരൻസ് എന്തിനും തയ്യാറായിരുന്നു. റാം പൈസയും കൊണ്ട് ഹോട്ടലിലേക്ക് കയറി പോകുന്നു. കിയാട്ടിയുടെ പാരൻസ് കാറിൽ അക്ഷമയായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. റാം പൈസ കൊടുത്ത് കിയാട്ടിയുമായി തിരികെ വരുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഏകദേശം അരമണിക്കൂറുകൾക്ക് ശേഷം റാം തനിയെ തിരികെ വരുന്നത് കണ്ട് അവർ ആകെ അമ്പരന്ന് പോവുകയാണ് ചെയ്തത്. അതേസമയം തന്നെ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് അവർക്കൊരു മെസ്സേജും വന്നിരുന്നു: നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുക. നിങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മകൾ സുരക്ഷിതയായി വീട്ടിലെത്തിയിട്ടുണ്ടാകും. ഇതായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. കിയാട്ടിയുടെ പാരൻസിന് അത് വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അവർ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യം. കിയാട്ടി വീട്ടിലുണ്ടായിരുന്നില്ല. ഏറെ വൈകിയും അവൾ വീട്ടിലേക്ക് എത്തിയില്ല. കിയാട്ടിയുടെ പാരൻസ് ആ കിഡ്നാപ്പറുടെ നമ്പറിലേക്ക് നിരന്തരം വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇനിയും കാത്തിരുന്നാൽ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കിയ കിയാട്ടിയുടെ പാരൻസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി
കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞ കോൾ വന്നതു മുതൽ 10 ലക്ഷം രൂപ പല നാടുകളിൽ ചുറ്റി കൊണ്ടുപോയി കൊടുത്തതുവരെയുള്ള കാര്യങ്ങൾ മൊത്തമായും പോലീസിനോട് പറയുന്നു. ഇത് കേട്ടതും പോലീസ് വളരെയധികം ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം ഈ കേസ് ആദ്യം തന്നെ തങ്ങളോട് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അവരെ കുടുക്കിയിട്ടുണ്ടാകുമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ കിയാട്ടിയുടെ പാരൻസ് തൻ്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ കിഡ് നമ്പർ പറയുന്നതിനനുസരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പോലീസ് ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനായി അവർ ആദ്യം സംശയിച്ചത് ആ വേലക്കാരനായ റാമിനെ ആയിരുന്നു. റാമിനെ അവർ മറ്റൊരു റൂമിൽ പോയി ചോദ്യം ചെയ്യുവാൻ ആരംഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ കിയാട്ടിയുടെ പാരൻസിനോടും പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവരോട് ആദ്യം ചോദിച്ചത്, നിങ്ങൾ കോക്കർബീറ്റയിൽ ആ പൈസ കൊണ്ടു കൊടുക്കുന്ന സമയം സംശയം തോന്നുന്ന രീതിയിൽ ആരെയെങ്കിലും കണ്ടിരുന്നോ എന്നായിരുന്നു. അതായത് സംശയം തോന്നുന്ന രീതിയിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആ പരിസരത്തുണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. പോലീസ് ഇത് ചോദിക്കുവാനുള്ള കാരണം അവരെ അത്രയേറെ നാടുകൾ ചുറ്റിക്കാൻ 2 കാരണങ്ങളാണ് പോലീസ് ഊഹിച്ചിരുന്നത്. അതിലൊന്നിൽ ഇവർക്ക് പിന്നിൽ പോലീസ് ഉണ്ടെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ, രണ്ടാമത് ഇവരോട് പക വീട്ടുവാനായി. 2 തന്നെയാണെങ്കിലും ഇവരെ പരിചയമുള്ള ഒരാളാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്യുന്നു. എന്നാൽ കിയാട്ടിയുടെ ഫാദർ അത്തരത്തിലുള്ള ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കിയാട്ടിയുടെ അമ്മ ആ ഹോട്ടലിൽ നിൽക്കുന്ന സമയം തങ്ങളുടെ പഴയ ഹൗസ് ഓണറായ ബൈരനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവർ പോലീസിനോട് പറയുകയും ചെയ്യുന്നു. അയാളും ഈ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത് ഈ കേസിൽ സഹായിക്കുമോ എന്നും എനിക്കറിയില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന് പോലീസ് മറുപടി പറഞ്ഞത്, നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു ചെറിയ എവിഡൻസ് ആയിരിക്കും ഈ കേസ് തെളിയിക്കാനുള്ള വലിയ ഒരു തെളിവായി മാറുക. കിയാട്ടയുടെ അമ്മ അവരുടെ പഴയ ഹൗസ് ഓണറിനെ അവിടെ കണ്ടു എന്ന് പറയുമ്പോഴായിരുന്നു കിയാട്ടയുടെ ഫാദറിന് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആ ഹൗസ് ഓണർ കിയാട്ടിയുടെ ഫാദറിനോട് പൈസ കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയം എനിക്ക് അദ്ദേഹത്തിന് പൈസ കടം കൊടുക്കുവാനും സാധിച്ചില്ല എന്ന് ഇയാൾ പറയുന്നുണ്ട്. ബൈരനെ പറ്റി കിയാട്ടിയുടെ ഫാമിലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ആദ്യം ബൈരന്റെ വീട്ടിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം അയാൾ വീട് വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് വളരെ മാസങ്ങൾക്ക് ശേഷമാണ് അയാളെ ഞങ്ങൾ വീണ്ടും കണ്ടത് എന്നായിരുന്നു അവർ പറഞ്ഞത്. പോലീസിന്റെ ഒരു സംഘം ഉടനെ തന്നെ ബൈരന്റെ വീട് അന്വേഷിച്ച് പോകുന്നുണ്ട്. എന്നാൽ ബൈരൻ അയാളുടെ പഴയ വീട് വിറ്റിട്ടുണ്ടായിരുന്നു. പകരം അയാളുടെ പുതിയ വീട് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ബൈരൻ ഉണ്ടായിരുന്നില്ല. ഏകദേശം 20 ദിവസമായി അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് അയൽവാസികൾ പറയുകയും ചെയ്യുന്നു. ഇത് പോലീസിന് ബൈരന് മുകളിൽ ചെറിയ സംശയം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ബൈരനെ തിരഞ്ഞ് പോലീസ് നാടൊന്നാകെ നടക്കുന്ന സമയത്താണ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരുന്നത്. കോട്ടമണ്ട എന്ന സ്ഥലത്ത് മനുഷ്യൻ്റെതെന്ന് തോന്നിക്കുന്ന ചില ശരീര അവശിഷ്ടങ്ങൾ കിടക്കുന്നു. ഇതായിരുന്നു ആ കോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസ് ഉടനെ തന്നെ സംഭവ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ വെട്ടിമാറ്റിയ രീതിയിലുള്ള കാലുകളും കൈകളും കണ്ടുപിടിക്കുകയുണ്ടായി. ആ പരിസരത്ത് കൂടുതലായി തിരഞ്ഞപ്പോൾ തലയില്ലാത്ത ശരീരഭാഗങ്ങളും പോലീസ് കണ്ടുപിടിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിൽ ആ മൃതശരീരത്തിന്റെ തലയും പോലീസ് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് ദിവസത്തെ പഴക്കം ഉണ്ടായതുകൊണ്ട് തന്നെ ആ മൃതശരീരങ്ങൾ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല. എങ്കിലും അപ്പോഴുണ്ടായ മിസ്സിംഗ് കേസുകൾ കണക്കിലെടുത്ത് ഒരുപക്ഷെ ഈ മൃതശരീരം കിയാട്ടിയുടെ ആകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ഊഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർ ആ മൃതശരീര അവശിഷ്ടങ്ങൾ DNA ടെസ്റ്റിനായി അയക്കുകയും ചെയ്യും. അധികം വൈകാതെ തന്നെ ബൈരൻ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്യുന്നുണ്ട്. ബൈരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിനു ശേഷം ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് കിയാട്ടി എന്ന പെൺകുട്ടിയെ അറിയുമോ എന്നായിരുന്നു. അതിന് ബൈരൻ പറഞ്ഞത്, എനിക്ക് കിയാട്ടിയെ വളരെ നന്നായിട്ട് അറിയാം, കിയാട്ടിയെ മാത്രമല്ല അവരുടെ ഫാമിലിയെയും നന്നായിട്ട് അറിയാമെന്നായിരുന്നു. കാരണം കിയാട്ടിക്ക് ഞാൻ ട്യൂഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അവർ എൻ്റെ വീട്ടിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബൈരൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കിയാട്ടിയെ കുറച്ച് ദിവസമായി കാണാനില്ല എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ബൈരൻ ആകെ പകച്ചു പോവുകയാണ് ചെയ്യുന്നത്. കിയാട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞത് എനിക്ക് വലിയ ഷോക്കായി എന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ കിയാട്ടിയുടെ മിസ്സിംഗ് കേസുമായി ബൈരന് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പിന്നീട് പോലീസിന്റെ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോൾ ബൈരൻ ഓരോന്നായി പറയുവാൻ ആരംഭിച്ചു. അത് നേപ്പാളിനെ മൊത്തം ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ത്യക്കാരനായ ബൈരൻ ജീവിതത്തിൽ മുന്നേറണമെന്ന് കരുതിയിട്ടാണ് നേപ്പാളിലേക്ക് വന്നത്. അയാൾ ഒരു കോളേജ് അധ്യാപകനായിരുന്നു. അയാൾ ഇവിടെ പഠിപ്പിക്കുന്നതിനൊപ്പം ഒരുപാട് സമ്പാദിക്കുകയും ചെയ്തു.
മാത്രമല്ല അയാൾ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന പൈസ ഉപയോഗിച്ച് വലിയൊരു വീട് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വീടിന്റെ താഴെ അയാൾ ജീവിക്കുകയും മുകൾ നില വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയം ബൈരന്റെ കയ്യിൽ ഒരുപാട് പൈസയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ സുഹൃത്തുക്കൾക്കൊപ്പം അടുത്തുള്ള കസിനോയിൽ പോയി ചൂതാട്ടം നടത്തുന്നത് സാധാരണയായിരുന്നു. ആദ്യം അയാൾ കസിനോയിൽ നിന്ന് വളരെയധികം സമ്പാദിച്ചിരുന്നു. എന്നാൽ പിന്നെ അയാൾക്ക് അതിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചു. അയാൾ സമ്പാദിച്ച പണം മുഴുവൻ അയാൾ ആ കസിനോയിൽ ചൂതാട്ടം നടത്തി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. മാത്രമല്ല അയാൾ പലയിടത്തു നിന്നും കടം വാങ്ങി ചൂതാട്ടം നടത്തുകയും ചെയ്തു. കാരണം അയാൾ ആ ചൂതാട്ടത്തിൽ അത്രത്തോളം അഡിക്റ്റായി പോയിട്ടുണ്ടായിരുന്നു. പതിയെ ബൈരൻ വലിയ കടക്കെണിയിൽ പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് സ്വന്തം വീട് വിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. എന്നാൽ ആ വീട് വിറ്റിട്ടും അയാളുടെ കടം മൊത്തത്തിൽ തീർക്കുവാൻ സാധിച്ചില്ല. മാത്രമല്ല ആ ചൂതാട്ടത്തിൽ അയാൾക്കുണ്ടായ അഡിക്ഷൻ മാറ്റുവാനും അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. കിട്ടുന്ന സ്ഥലത്തു നിന്നെല്ലാം അയാൾ കടം വാങ്ങി ചൂതാട്ടം ചെയ്തുകൊണ്ടേയിരുന്നു. അത് പിന്നെയും അയാൾ വലിയ ഒരു കടക്കണിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. അതിനിടയ്ക്ക് അയാളുടെ പ്രൊഫസർ ജോലിയും നഷ്ടപ്പെടുന്നുണ്ട്. ജീവിക്കാനായി പല ചെറിയ ജോലികളും ചെയ്ത് അയാൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇനി ആരുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കുമെന്ന് ആലോചിക്കുന്നത്. അപ്പോഴാണ് പണ്ട് തൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ആ ഫാമിലിയെ അയാൾക്ക് ഓർമ്മ വരുന്നത്. അയാൾ നേരെ കിയാട്ടിയുടെ ഫാമിലിയുടെ അടുത്ത് പോയി പൈസ കടം ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയം കിയാട്ടിയുടെ ഫാദർ പറഞ്ഞത്, എൻ്റെ മകൾ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം അവൾ പൈലറ്റായി പഠിക്കുവാൻ പോവുകയാണ്. അതിന് ധാരാളം പണം ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാനൊരു 20 ലക്ഷം രൂപ സമാഹരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും ധാരാളം പൈസ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് കടം തരാൻ എൻ്റെ പക്കൽ ഒന്നും തന്നെയില്ല എന്നായിരുന്നു കിയാട്ടിയുടെ ഫാദർ പറഞ്ഞത്. ഇത് കേട്ട് തിരികെ വീട്ടിലെത്തിയ ബൈരൻ മറ്റൊരു ചിന്തയിലായിരുന്നു. കിയാട്ടിയുടെ ഫാദറുടെ കയ്യിലുള്ള ആ 20 ലക്ഷം രൂപ എങ്ങനെ കൈക്കലാക്കാം എന്നായിരുന്നു അപ്പോൾ ബൈരൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അയാൾക്ക് പൈസ അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. അയാളുടെ ബാക്കിയുള്ള കടം വീട്ടുവാനും ചൂതാട്ടത്തിനും വേണ്ടി. അതിന് അയാളുടെ പഴയ ഒരു സ്റ്റുഡൻറ്റിനെയും കൂട്ടുപിടിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് കിയാട്ടി സമ്മാനത്തുക വാങ്ങുവാനായി ആ ഓഫീസിലെത്തുന്നത്. ആ ഓഫീസിലന്ന് സംഭവിച്ചത് ഇതായിരുന്നു. റാമിനെ ഒഴിവാക്കിയതിനു ശേഷം നിങ്ങളുടെ പേപ്പറെല്ലാം അപ്രൂവൽ ആയിട്ടുണ്ട്, നിങ്ങളെ സാർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നേരെ ബൈരൻ്റെ മുമ്പിലേക്കാണ് കിയാട്ടിയെ അയക്കുന്നത്. ബൈരനെ കണ്ടതും കിയാട്ടി ആകെ സർപ്രൈസായി പോവുകയാണ് ചെയ്തത്. കാരണം കിയാട്ടിയെ പഠിപ്പിച്ച ഒരു മാഷാണ് തന്നെ മുമ്പിലിരിക്കുന്നത്. അയാൾ പ്രൊഫസർ ജോലി രാജിവെക്കുകയും ഇപ്പോൾ വുമൺ മാഗസിൻ്റെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് കിയാട്ടിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് അപ്രതീക്ഷിതമായി നിന്നെ കണ്ടതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എന്നും കിയാട്ടിയോട് ബൈരൻ പറയുന്നു. വളരെ കാലത്തിനു ശേഷം കിയാട്ടിയെ കണ്ട സന്തോഷം പുതുക്കുവാനായി അയാൾ കിയാട്ടിക്ക് ഒരു ജ്യൂസ് ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കിയാട്ടിക്കും തന്നെ പഠിപ്പിച്ച മാഷാണ് മുമ്പിലിരിക്കുന്നത് എന്ന കാരണം കൊണ്ട് തന്നെ അവിടം വളരെ സേഫായി തോന്നുകയും ചെയ്യുന്നു. അയാൾ നീട്ടിയ ജ്യൂസ് കിയാട്ടി കുടിക്കുന്നുണ്ട്. ആ കുടിച്ചു തീർന്നതും അവൾ ബോധരഹിതയായി വീഴുകയാണ് ചെയ്തത്. അവളെ കെട്ടിയിട്ട് കിയാട്ടിയുടെ ഫാമിലിയോട് ബൈരൻ വിലപേശുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ 10 ലക്ഷം രൂപ ബൈരൻ്റെ കയ്യിലെത്തുന്നതിനേക്കാൾ മുന്നേ കിയാട്ടി കൊല്ലപ്പെട്ടിരുന്നു. കാരണം ബൈരനെ കിയാട്ടിക്ക് മുന്നേ അറിയാം. അവളെ ജീവനോടെ വിട്ടാൽ താൻ ജയിലിൽ പോകുമെന്ന് ബൈരൻ ഭയപ്പെട്ടിരുന്നു. അതൊഴിവാക്കുവാനായി കിയാട്ടിയെ കൊന്ന് പല കഷ്ണങ്ങളായി വലിച്ചെറിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയം കൊണ്ട് തന്നെ DNA റിപ്പോർട്ട് വരികയും ചെയ്യുന്നു. ആ മൃതശരീര ഭാഗങ്ങൾ കിയാട്ടിയുടെ തന്നെയായിരുന്നു. ഈ കേസ് കോടതിയിൽ എത്തുന്നുണ്ട്. കോടതി ബൈരന് 38 വർഷം ജയിൽ ശിക്ഷ വിധിക്കുന്നു. മാത്രമല്ല ഈ ക്രൈമിന് കൂട്ടുനിന്ന മെറീന എന്ന സ്ത്രീക്ക് 20 വർഷം ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നേപ്പാളിലെ ഏതോ ഒരു ജയിലിൽ ഇവർ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കിയാട്ടിയുടെ ഫാമിലിയിൽ ഇത്ര വലിയ ഒരു ദുരന്തം നടക്കുവാനുള്ള പ്രധാന കാരണം കിയാട്ടിയുടെ ഫാദർ പറഞ്ഞ ഒരു വാചകമായിരുന്നു. തൻ്റെ മകൾക്ക് പഠിക്കുവാൻ ധാരാളം പണം ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ 20 ലക്ഷം രൂപ ഞാൻ സമാഹരിച്ച് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു കിയാട്ടിയുടെ ഫാദർ പറഞ്ഞ വാചകം. ഈ 20 ലക്ഷം രൂപ കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു കിയാട്ടിയെ ബൈരൻ തട്ടിക്കൊണ്ടു പോയതും. നമ്മളുടെ സാമ്പത്തിക അവസ്ഥയും നമ്മളുടെ സ്വത്തും രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. പിന്നെ നിങ്ങളോടായി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ മൊബൈൽ തുറന്നാൽ നിങ്ങൾ 10 ലക്ഷം രൂപ വിൻ ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് 1 കോടി രൂപ ലോൺ പാസ്സായിരിക്കുന്നു, നിങ്ങൾക്ക് ഇന്നു മുതൽ സൗജന്യ ക്ലാസ് ആരംഭിക്കുന്നതാണ് എന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അത്തരത്തിലുള്ള മെസ്സേജുകൾ വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ലോകത്ത് ഒന്നും തന്നെ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഓരോ മെസ്സേജിന് പുറകിലും വലിയ വലിയ ചതിക്കുഴികൾ കാത്തിരിക്കുന്നുണ്ട്.
അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി ചാടാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് ഈ വീഡിയോ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഇത്തരത്തിലുള്ള ക്രൈം വീഡിയോസും ഹൊറർ വീഡിയോസും റിയൽ സ്റ്റോറീസും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.